ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ ആയിരുന്നു. അതിൻ്റെ അകത്തെ അവസാനത്തെ ഭാഗം പാർട്ട് 6 ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മളൊരു 3 ക്വസ്റ്റ്യൻസുകളാണ് ഇൻക്ലൂഡ് ചെയ്തത്, ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ്. അല്ലെ, പ്രൈസ് ഓഫ് 17 ട്രോഫീസ്. ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കി, അത് വീണ്ടും പറയുന്നില്ല. അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് ₹201.80. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ട്രോഫിയെ പറ്റിയും പറയുന്നുണ്ട്, മെഡലിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ആദ്യം നമുക്ക് എന്തെടുക്കാം? പ്രൈസ് ഓഫ് ട്രോഫി. പ്രൈസ് ഓഫ് ട്രോഫി, ട്രോഫിയുടെ പ്രൈസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ പ്രൈസ് ഓഫ് എന്താണ്? പ്രൈസ് ഓഫ് മെഡലിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? മെഡലിനെ വൈ ആയിട്ട് എടുക്കാം. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്താൽ മതി. എന്താണ്? 17 ട്രോഫിക്കും 16 മെഡലിനും കൂടെ 2180 രൂപ അല്ലെ. അപ്പൊ അതെഴുതാം. എന്തെഴുതാം? 17 ട്രോഫി പ്ലസ് 16 മെഡൽ. 16 മെഡലിന് എത്രയാണ്? 2180. ട്രോഫിയെ നമ്മൾ എന്തായിട്ട് എടുത്ത? എക്സ്. സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. മെഡലിനെ നമുക്ക് എന്തായിട്ട് ഇടാം? വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു 17x പ്ലസ് 16 എന്താണ്? വൈ ഈസ് ഈക്വൽ ടു 2180. ക്ലിയർ അല്ലേ? അപ്പൊ 17 ട്രോഫിക്കും നമുക്ക് വേണമെങ്കിൽ ട്രോഫിക്ക് ടി എന്നും മെഡലിന് എം എന്നൊക്കെ ഇടാം, നമ്മുടെ ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ ഈ എക്സും വൈയും ഇട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? എക്സ് വൈ തന്നെ, വേറെ കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. അപ്പം അടുത്ത രണ്ടാമത്തെ സെന്റൻസ് വായിക്കുക. എന്താണ് രണ്ടാമത്തെ സെന്റൻസ്? ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ് ആൻഡ് 17 മെഡൽ ഈസ് 2110. നമുക്ക് അതൊന്ന് എഴുതാം. നോക്കിയേ, എന്താണ് പറഞ്ഞത്? 16 ട്രോഫി പ്ലസ് 17 മെഡൽ ഈസ് ഈക്വൽ ടു 2110. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 16 ട്രോഫി എന്താണ്? എക്സ് പ്ലസ് 17 മെഡലിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വൈ ഈസ് ഈക്വൽ ടു 2110. ക്വസ്റ്റ്യൻ നമ്പർ 2. നമ്മളിനി ഈ രണ്ട് ഇക്വേഷൻസ് ഏതാണ്? ഈ ഒന്നാമത്തെ ഇക്വേഷനും അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാൻ നേരം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എക്സും വൈയും കിട്ടും. ആ സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആ സോൾവിങ്ങിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാം. എന്താണ്? 17x പ്ലസ് 16y ഈസ് ഈക്വൽ ടു 2180. രണ്ടാമത് എഴുതിയത് 16x പ്ലസ് 17y ഈസ് ഈക്വൽ ടു 2110. ഈ ഇക്വേഷൻസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് തുല്യമായിരിക്കണം. വേരിയബിൾ എന്ന് പറയുമ്പോൾ എക്സോ വൈയോ എന്തെങ്കിലും, അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഉള്ളവര് അല്ലെ. ഒന്നില്ലെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിന്റെ കൂടെ ഉള്ളവനാരാ? 17. ഇവിടെ എക്സിന്റെ കൂടെ ഉള്ളവനാരാ? 16. ഏതെങ്കിലും ഒരെണ്ണം തുല്യമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈ നമുക്ക് നോക്കാം. ഇവിടെ വൈയുടെ കൂടെ ഉള്ളവനാരാ? 16. ഇവിടെ വൈയുടെ കൂടെ ഉള്ളത് 17. വ്യത്യസ്തമാണ് അല്ലെ. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്ക് എന്താക്കാം? തുല്യമാക്കാൻ വേണ്ടി നമുക്ക് എക്സിനെ തുല്യമാക്കാം. നമ്മൾ എക്സിനെ തുല്യമാക്കാൻ വേണ്ടി നമ്മൾ എന്തോ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള 17നെ നമ്മൾ ഇവനുമായിട്ടും ഗുണിച്ച്, ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള 16നെ നമുക്ക് ഇവനുമായിട്ടും ഗുണിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. 16 ഗുണം 17 അല്ലെ. 16 ഗുണം 17 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 256 അല്ലെ. 216 ഗുണം 17 നമ്മൾ ഗുണിച്ച് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 272 എന്ന് കിട്ടും. എത്ര കിട്ടും? 200. അപ്പൊ 16 ഗുണം 17 ഒന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. നമുക്ക് എത്ര കിട്ടും? 7 6 42 ഇഷ്ടം 4 7 1 7 4 11 6 1 6 2 1 2 അല്ലെ. 2 6 7 എത്രയാണ്? ഹലോ 2 1 2 1. ഇപ്പൊ എത്ര കിട്ടി? 272. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 272x പ്ലസ് ഇനി 16 ഗുണം 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 256y ഈസ് ഈക്വൽ ടു, ഇനി ഈ 16ഉം ഈ 2110 ഈ 16ഉം 2110 കൂടെ 180 കൂടെ ഗുണിക്കണം. 16ഉം 2180 കൂടെ ഗുണിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗുണിക്കുമ്പോൾ നമുക്ക് 34,880 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഈ 17ഉം 16ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 272x പ്ലസ് ഈ 17ഉം കൂടെ ഗുണിക്കാൻ നേരം നമുക്ക് എത്ര കിട്ടും? 17 ഗുണം 17 നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ്? 289 ആണ് അല്ലെ.
ഇപ്പൊ 289 y ഈസ് ഈക്വൽ ടു എത്രയാണ്? ഈ 17ഉം 2110 കൂടെ ഗുണിക്കാൻ നേരം നമുക്ക് എത്ര കിട്ടും? 17ഉം 2110 കൂടെ ഗുണിക്കാൻ നേരം 35,570 കിട്ടും. അല്ലെ, ഗുണിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്ന് ഗുണിച്ചാൽ മതി. 35,870 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ എക്സിന്റെ തുല്യമാണ്, ഇവിടെ എക്സ് തുല്യമാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. നമുക്ക് ഇനി ഇത് കുറച്ച് നോക്കാം. 272 എക്സിൽ നിന്ന് 272 എക്സ് പോയാൽ എത്ര? 0. ഇനി നോക്കേണ്ടത് 256 വൈയിൽ നിന്നും 289 വൈ കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കുറയ്ക്കാൻ നമുക്ക് 33 വൈ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇനി 34,880 നിന്നും 35,870 കുറച്ചാൽ 34,880 നിന്നും 35,870 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? -990 എന്നാണ് കിട്ടുന്നത്. സംഭവം മനസ്സിലായ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസും പോയ മിച്ചം എന്താണ്? 33 വൈ ഈസ് ഈക്വൽ ടു 990 വൈ ഈസ് ഈക്വൽ ടു 990 ബൈ 33. നമുക്കറിയാം 33 ഗുണം 3 ആണ് 99. അപ്പൊ ഈ 3ഉം ഈ 0 കൂടെ ചേർന്ന് വൈ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 30 എന്ന് കിട്ടും. എന്തായാലും നമ്മൾ വൈ ആയിട്ട് എടുത്തത്? വൈ എന്ന് പറയുന്ന മെഡലിന്റെ രൂപയായിരുന്നു അല്ലെ? പ്രൈസ് ഓഫ് മെഡൽ ആയിരുന്നു വൈ ആയിട്ട് എടുത്തത്. therefore വൈ നമുക്ക് കിട്ടിയ എത്രയാണ്? 30. ഇനി എക്സും കൂടെ കണ്ടുപിടിച്ചാൽ പോരെ? ഈ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഇത് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഇക്വേഷൻ ഇത്. ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷന്റെ അകത്ത് ഈ വൈ ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കുക? ഇവിടുത്തെ വൈ എത്രയാണ് നമുക്കറിയാം. നമുക്ക് നോക്കിക്കേ, ഇവിടുത്തെ വൈ ഉള്ള പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ വൈ 30 എടുത്തിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടുത്തെ വൈ ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കുക? ഈ 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. എല്ലാവരും ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്കൊന്ന് മെസ്സേജ് ചെയ്യും. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ രേഖപ്പെടുത്താം. എല്ലാവരും അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ക്ലിയർ ആയിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അപ്പം അതെല്ലാവരും ഇത് പഠിച്ചതിന് ശേഷം എല്ലാവരും ആ വൈയുടെ വാല്യൂ നിങ്ങൾ എന്തായിട്ട് കമന്റ് ബോക്സിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മൾ ഓൾറെഡി 5ാമത്തെ ഭാഗത്തിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ച അർത്ഥം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈം ദ സം ഓഫ് ദ ഡിജിറ്റ്. അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ വേണം അല്ലെ? 2 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 2 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് വൈ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 ഡിജിറ്റ് നമ്പറിന് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒറിജിനൽ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതുക? ആ എക്സ് 10ന്റെ സ്ഥാനത്തും വൈ 1ന്റെ സ്ഥാനത്തും ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ആ 10x + y എന്ന് എഴുതാം. ദിസ് ഈസ് ദ നമ്പർ, 2 ഡിജിറ്റ് നമ്പർ. ദിസ് ഈസ് 2 ഡിജിറ്റ് നമ്പർ. ഇനി അവർ പറഞ്ഞേ എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് അവർ പറഞ്ഞ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 6 ടൈംസ്, ദാറ്റ് ഈസ് 6 into 6 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സം ഓഫ് ദ ഡിജിറ്റ് എന്തുവാ? ആ എക്സ് പ്ലസ് വൈ അല്ലെ? അപ്പൊ എക്സ് പ്ലസ് വൈ. ഈ ഇൻറ്റുവിന് പകരം ഞാൻ ബ്രാക്കറ്റ് എഴുതുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. 2 ഡിജിറ്റ് നമ്പറിന് പകരം നമുക്കറിയാം എന്താണ്? 10x + y is equal to ഈ 6 അകത്തോട്ട് കൊടുക്കാൻ നേരം എന്ത് വരും? 6x പ്ലസ് ഈ 6 ഈ വൈക്ക് കൊടുക്കാൻ നേരം എന്ത് വരും? 6y. കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് എന്താണ് എക്സും വൈയും എല്ലാം ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10x + y. ഈ പ്ലസ് 6x ഇപ്പുറത്ത് വരുമ്പോ എന്താവും? -6x. ഈ -6x ഇപ്പുറത്ത്, സോറി, ഈ പ്ലസ് 6y ഇപ്പുറത്ത് വരുമ്പോ എന്താവും? -6y. മിച്ചം ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിൽ വല്ലതും ഉണ്ടോ? എല്ലാവരും ഇവന്മാർ രണ്ടുപേരും ഇപ്പുറത്തോട്ട് വന്നില്ലേ? അപ്പൊ പിന്നെ എന്താണ് ഇവിടെ? 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 10x - 6x എത്രയാണ്? 4x. y -6y എത്രയാണ്? -5y ഇസ് ഈക്വൽ ടു എത്രയാണ്? 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസ് വായിച്ച് ഇക്വേഷൻ നമ്പർ 2 ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിക്കുക. എന്താണ്? ദ നമ്പർ ഗോട്ട് ഇന്റർചേഞ്ചിങ്. അപ്പൊ നമുക്കൊരു ഇന്റർചേഞ്ചിങ് നമ്പർ എഴുതണം അല്ലെ? അപ്പൊ നമുക്ക് ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് എഴുതാം. ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ XY ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എന്തായി മാറും? YX ആവും. ഈ YX എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 10y + x ആണ്. ഇനി ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത്, അപ്പൊ ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത് അതിനാണ് ഞാൻ IN എന്ന് ഇട്ടിരിക്കുന്നത്. ഫുൾ ആയിട്ട് എഴുതുന്നില്ല. ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഗോട്ട് ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 9 മോർ ദാൻ എന്താണ്? 4 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ്. അപ്പോൾ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 9 മോർ ദാൻ, ദാറ്റ് ഈസ് 9 പ്ലസ്
9 more than 4 times, that is 4 into സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ് y പ്ലസ് എക്സ്. മനസ്സിലായ? ഈ ഫോർ ഇനി ഒന്നുമില്ല, ഇന്റർചേഞ്ചിങ് നമ്പർ ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയ 10y പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 4yക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും 4y, അതേപോലെ തന്നെ 4xന് കൊടുക്കുമ്പോൾ എന്തായും 4x. ഇത് നമുക്കറിയാം ഇവിടെ 10y ഉണ്ട് പ്ലസ് എക്സ് അതേപോലെ എഴുതി, ഈ പ്ലസ് 4y ഇപ്പുറത്തോട്ട് വന്നു അപ്പൊ എന്തായി മൈനസ് 4y, ഈ പ്ലസ് 4x ഇപ്പുറത്തോട്ട് വന്നു അപ്പൊ എന്തായി മൈനസ് 4x ഈസ് ഈക്വൽ ടു പിന്നെ ഇവിടെ എന്ത് മാത്രമേ 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 അതേപോലെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10yയിൽ നിന്നും 4y പോയാൽ എത്രയാണ് 6y, എക്സ് പ്ലസ് എക്സിൽ നിന്നും മൈനസ് 4x പോയാൽ എത്ര മൈനസ് 3x ഈസ് ഈക്വൽ ടു എത്രയാണ് 9. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, ഈ എക്സിന്റെ ടേമും വൈയുടെ ടേമും എല്ലാം നമുക്ക് തുല്യമാക്കി മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെല്ലാത്തിനും നമുക്ക് എല്ലാം 3ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് 6 3ന്റെ ഗുണിതമാണ്, 3 3ന്റെ ഗുണിതമാണ് 9, അപ്പൊ നമുക്ക് 3 വെച്ച് വരും. അപ്പൊ ഇച്ചിരി കൂടെ ചെറുതാവും ഇക്വേഷൻ. ഈ 3ഉം 6ഉം കൂടെ വെട്ടി എത്ര 2y മൈനസ് 3ഉം 3ഉം കൂടെ വെട്ടി എന്ത് എഴുതാം ആ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വന്ന് ആ 9/3 എത്രയാണ് 3. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ എന്തും കിട്ടി 2ഉം കിട്ടി. നമുക്കിനി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം പോലെ. അപ്പൊ നമുക്ക് ആ 2 ഇക്വേഷനും കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ച് നമുക്ക് ഈ 2 ഇക്വേഷൻസുകൾ പരിചയപ്പെടാം. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും. നമുക്കൊരു കാര്യം ചെയ്തൊന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം എക്സിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് എഴുതുക, വൈയുടെ കാര്യം. അപ്പൊ ഇത് ഇങ്ങനെ വരും 4x മൈനസ് 5y ഈസ് ഈക്വൽ ടു 0 ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ ഇക്വേഷൻ 2y ആണ്. ഞാൻ ആദ്യം എക്സിന്റെ ടൈം അപ്പൊ മൈനസ് എക്സ് എന്താണ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു എന്താണ് 3. ഓക്കെ, ആദ്യം എക്സിന്റെ ടൈം എഴുതി പിന്നെ y. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് നോക്കാം വേരിയബിൾ തുല്യമാണോ നോക്കണം അല്ലെ. അപ്പൊ വേരിയബിൾ തുല്യമാണോ നോക്കിയപ്പോൾ ഇവിടെ എക്സിന്റെ വേരിയബിൾ 4ഉം ഇവിടുത്തെ എക്സിന്റെ വേരിയബിൾ -1 ആണ് അല്ലെ. മൈനസ് മാത്രമേ കിടപ്പുള്ളെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ -1 ഉണ്ടെന്നാണ്. ഇവിടുത്തെ വൈയുടെ വേരിയബിൾ 5ഉം ഇവിടുത്തെ വൈയുടെ വേരിയബിൾ +2 ആണ് അല്ലെ. ഇവിടുത്തെ -5ഉം ഇവിടുത്തെ +2. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തെ തുല്യം. ഞാൻ ഒരു കാര്യം വൈനെ നമുക്കൊന്ന് തുല്യമാക്കാം. വൈനെ തുല്യമാക്കാൻ നേരം ഇവിടുത്തെ വൈയുടെ വേരിയബിളായ -5 ഇത് ഇവിടെ ഗുണിക്കണം. ഇവിടുത്തെ വേരിയബിളായ +2 നമ്മൾ ഇവിടെ ചെയ്യാം. +2നും പ്ലസ് ഇട്ടില്ലേലും കുഴപ്പമില്ല, പക്ഷെ -1 ഉണ്ടെങ്കിൽ -1. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 ഈ 4ഉമായിട്ട് ഗുണിക്കുമ്പോൾ എത്ര വരും 4 2 8x. ഇനി -5 × 2 എത്രയാണ് ആ -10y ഈസ് ഈക്വൽ ടു -2 × 0 എത്രയാണ് 0. ഇനി അതേപോലെ -5 × -1 എത്രയാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ദാറ്റ് ഈസ് 5x. -5 × +2 എത്രയാണ് ആ -10y ഈസ് ഈക്വൽ ടു -5 × 3 എത്രയാണ് -15. ഇനി ഇതങ്ങ് കുറച്ചാൽ മതി, കാരണം ഇവിടെ y തുല്യമായി, ഇവിടെ -10 ആണ്, ഇവിടെ -. ഇനി അത് കുറച്ചാൽ മാത്രം മതി. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും 8xൽ നിന്ന് 5x പോയാൽ എത്രയാണ് 3x. -10yയിൽ നിന്നും -10y പോയാൽ മിച്ചം അവിടെ എന്താണ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 -15. 0 -15 എത്രയാണ് -15. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു 0 -15 ആണ് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കണം 0 -15 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 - എന്താ +15. ദാറ്റ് ഈസ് ഇവിടെ എന്താണ് +15. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 15/3. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി 15/3 എത്രയാണ് 5. x എത്ര കിട്ടി 5 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വൈയും കൂടെ പോലെ. വൈ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വൈ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലോ 2ലോ ഇട്ട് കൊടുക്കുക. അതായത് ഇക്വേഷൻ നമ്പർ 1 എത്രയാണ് 4x - 5y ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ x ഉള്ളടുത്ത് ഈ x ഉള്ളടുത്ത് എന്തിട്ട് കൊടുക്കുക നമ്മുടെ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 5 - 5y ഈസ് ഈക്വൽ ടു 0. 4 × 5 എത്രയാണ് 20 - 5y ഈസ് ഈക്വൽ ടു 0. ഈ +20 ഈക്വൽ അപ്പുറം പോകുമ്പോൾ -5y ഈസ് ഈക്വൽ ടു -20. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു -20/-5. ഈ മൈനസ് വെട്ടിപ്പോകുന്നത് 5 ഈസ് ഈക്വൽ ടു 20/5 എത്രയാണ് 4. അപ്പൊ എക്സും കിട്ടി വൈയും കിട്ടി. നമ്മുടെ നമ്പർ എന്തായിരുന്നു XY ആയിരുന്നു. എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക 5 എന്നും വൈയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക 4. ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ 2-digit നമ്പർ ഈസ് 54. വളരെ സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്, പാർട്ട് 5ാമത്തെ പാർട്ടിന്റെ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് ഇത് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് ഭാവിയിലും PSC ആയാലും SSC ആയാലും UPSC ഇതൊക്കെ ആവശ്യമുള്ളൂ. ഇതൊക്കെ ഒരു ബേസിക് അടിസ്ഥാനപരമായ ഒരു ചാപ്റ്ററാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകും.
അപ്പൊ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത കണക്കിലോട്ട് പോകാം. അതിനു മുമ്പേ ഞാൻ എല്ലാവരോടും കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയും ചെയ്യും, നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കണക്കിലോട്ട് തന്നെ പോയേക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ലാസ്റ്റ് കണക്ക് ഇതാണ്, ഈ ചാപ്റ്ററിലെ തന്നെ ലാസ്റ്റ് കണക്ക്. ഈ കണക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്കാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം. നോക്കിക്കേ, അർത്ഥം മനസ്സിലാക്കണം. ആദ്യത്തെ കടമ എന്താണ്, അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കുക. 11 is added to a number, ഏതോ ഒരു നമ്പർ അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു നമ്പറിനെ അല്ലെങ്കിൽ ആ ഏതോ ഒരു നമ്പറിനെ നമുക്ക് ഫസ്റ്റ് നമ്പർ ആയിട്ട് വിളിക്കാം. ഫോർ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. ഗീവ്സ് ദ ടോയ്സ് ഓഫ് അനദർ നമ്പർ, മറ്റൊരു നമ്പറിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം സെക്കൻഡ് നമ്പർ ആയിട്ട് അത് എടുക്കാം. സെക്കൻഡ് നമ്പർ, അനദർ നമ്പറിനെ നമുക്ക് സെക്കൻഡ് നമ്പർ ആയിട്ട്, ദാറ്റ് ഈസ് വൈ. ഇനി അവർ പറയുന്നത് എന്താണ്, 11 is added to a number that is equal to 11. എന്ത് ചെയ്യുക, ഈ 11 എവിടെ ആഡ് ചെയ്യുക, എ നമ്പർ ഫസ്റ്റ് നമ്പറുമായിട്ട് ആഡ്. അപ്പൊ 11 പ്ലസ് ഫസ്റ്റ് നമ്പർ എന്താണ്, എക്സ്. ഗീവ്സ്, ഇവിടെ ഗീവ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗീവ്സ്? ഗീവ്സ് എന്ന് പറഞ്ഞാൽ ലഭിച്ചു, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത്, ട്വൈസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്വൈസ്? 2 ഇൻറ്റു അനദർ നമ്പർ എത്രയാണ്, വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ഫസ്റ്റ് സെന്റൻസ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇതെങ്ങനെ എഴുതാം, 11 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2y അല്ലെ. നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ ഈ പ്ലസ് വൈ ഇപ്പുറത്ത് പോകുന്ന നേരം എന്ത് വരും, 11 ഈസ് ഈക്വൽ ടു 2y മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങനെ എഴുതുന്നു, 2y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 11. ഇക്വേഷൻ നമ്പർ 1. 11 ഇക്വേഷൻ നമ്പർ 1. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചേ. എന്താണ് അടുത്ത സെന്റൻസ്? അടുത്ത സെന്റൻസ് ഇതേപോലെ തന്നെ മനസ്സിലാക്കുക. 20 is added to the second number. അപ്പൊ നമ്മുടെ സെക്കൻഡ് നമ്പർ ഇവിടെ എന്താണ്, വൈ ആണ് അല്ലെ. അപ്പൊ 20 പ്ലസ് സെക്കൻഡ് നമ്പർ വൈ നമ്പർ ഗീവ്സ് എന്ന് പറഞ്ഞാൽ ലഭിച്ചു, ഈക്വൽ ടു ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എത്രയാണ്, എക്സ്. ദാറ്റ് ഈസ് ഇത്രേ ഉള്ളൂ, സിമ്പിളാ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എത്ര, 2x. ഈ പ്ലസ് വൈ ഈക്വൽ അപ്പുറം പോകുമ്പോൾ മൈനസ് വൈ ആവും. മിച്ചം എന്താണ്, 20 ഈസ് ഈക്വൽ ടു 2x മൈനസ് വൈ. ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 2x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20 എന്ന് എഴുതാമല്ലോ. ആദ്യം ഞാൻ വൈ എഴുതും, അതേ ഫോർ മൈനസ് വൈ പ്ലസ് 2x ഈസ് ഈക്വൽ ടു എത്രയാണ്, 20. ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. നമുക്ക് രണ്ടും കൂടെ ഒന്ന് എഴുതി വെക്കാം. 2y അതേപോലെ 2y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 11. അടുത്ത ഇക്വേഷൻ എന്താണ്, മൈനസ് വൈ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 20. നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? എന്താ കുറയ്ക്കാൻ പറ്റാത്ത? എന്താ, ഇവിടെ വൈയുടെ കൂടെയുള്ള കോയിഫിഷ്യന്റ്, വൈയുടെ കോയിഫിഷ്യന്റ് എന്താണ്, 2 ആണ്. ഇവിടെ വൈയുടെ കോയിഫിഷ്യന്റ് മൈനസ് എന്ന് പറഞ്ഞാൽ -1. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് -1 ആണ്. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് +2 ആണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ തുല്യമാക്കണം. ഇത്രയും നേരം നമ്മൾ അത് തന്നെയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഒരേ രീതിയിൽ തന്നെ പോവാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള -1 ഇവനുമായിട്ട് ഗുണിച്ച്, -1 ഇവനുമായിട്ട് ഗുണിച്ച്, ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള 2 നമുക്ക് ഇവനുമായിട്ട് ഗുണിക്കാം. അപ്പൊ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടും. നോക്കിക്കേ, അപ്പം 2 ഇൻറ്റു 2 4y, അതേപോലെ തന്നെ -1 ഇൻറ്റു 2 -2y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 11 എത്ര, 2 ഇൻറ്റു 11 22. അടുത്ത എന്താണ്, -1 ഇൻറ്റു -y എത്രയാണ്, -1 ഇൻറ്റു -y y. അതേപോലെ തന്നെ -1 ഇൻറ്റു +2 -2 എന്താണ്, എക്സ്. ഇവിടെ എക്സ് ആയിരുന്നു കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 20 -20. ഇനി ഇതങ്ങ് കൂട്ടിയാൽ കുറച്ചാൽ മാത്രം മതി. നോക്കിയേ, ഇവിടെയും -2x, ഇവിടെയും -2x, ഇത് 0 ആവും. 4y നിന്നും y പോയാൽ എത്ര, 3y പ്ലസ് 0 ഈസ് ഈക്വൽ ടു 22 നിന്നും, അത് ശ്രദ്ധിക്കണം, 22 നിന്നും കുറയ്ക്കുന്നു. എന്ത് കുറയ്ക്കുന്നു, -20. അപ്പൊ ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പൊ 22 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 42. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 42. ദാറ്റ് ഈസ് ഈക്വൽ ടു 3y ഈസ് ഈക്വൽ ടു 42 എന്ന് കിട്ടിയാൽ y ഈസ് ഈക്വൽ ടു എത്ര വരും, 42/3. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 14 എന്ന് കിട്ടും. എത്ര കിട്ടി, 14. അപ്പൊ എക്സ് എത്ര കിട്ടി, 14 എന്ന് കിട്ടി. സോറി, വൈ എത്ര കിട്ടി, 14 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്തോ ഇക്വേഷൻ നമ്പർ 2ന്റെ അകത്തോ നമ്മുടെ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂവും കിട്ടും. ആ എക്സിന്റെ വാല്യൂ എല്ലാവരും ചെയ്ത്, നമുക്ക് ഞാൻ പഠിപ്പിച്ച കണക്കുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതിന്റെ വാല്യൂ എല്ലാവരും ചെയ്തതിന് ശേഷം എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ.
ഞാൻ കറക്റ്റായിട്ട് ഈ ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങളത് പഠിക്കുന്നുണ്ടെന്നുള്ളൊരു റിപ്ലൈ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും കൂടുതൽ പ്രോബ്ലംസുകൾ നിങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ക്ലാസ്സുകൾ കാണണം, അത് മനസ്സിലാക്കണം. ഒരു നോട്ടിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് അത് എഴുതി പോവുകയാണെങ്കിൽ ഞാൻ 100% ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി. ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ കാര്യം എന്തിനാ 9ാം ക്ലാസ്സിൽ പറയുന്നത് വെച്ചാൽ ഈ 9ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് 10ാം ക്ലാസ്സിലുള്ളതല്ല. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് എന്ത് 9ാം ക്ലാസ്സിൽ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഓൾറെഡി ഞാൻ അതിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത വർഷം അത് യൂസ്ഫുൾ ആവും. വേണമെങ്കിൽ ഇപ്പോഴേ കണ്ടോ, വേണ്ട വെറുതെ ഇപ്പോഴേ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട. അത് ഇപ്പം നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന 10ാം ക്ലാസ്സിലെ ചേട്ടന്മാർക്കോ ചേച്ചിമാർക്കോ അത് ഷെയർ ചെയ്ത് അവരെയോ അത് പഠിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒറ്റ തവണ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുന്നവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, ഓക്കെ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം അത് ചെയ്യുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത സെക്ഷനിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.